നീച്ചാ നീക്കാൻ കുറച്ച് നേരം വൈകി. അലാറം വെച്ചിനെ അതടിച്ചില്ല. അതിനെന്താടി, ഇവിടെ ഇത്ര നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇക്ക് ശീലായില്ലേ നീച്ചിട്ട്, അതുകൊണ്ട് നീച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നീക്കൊന്നുമില്ല. ഇവിടെ ആർക്കും ഇപ്പൊ നേരത്തെ ചായയും കടിയൊക്കെ വേണ്ടത്? ആർക്കും വേണ്ട. ഞാനും ഈയും പിന്നെ സാജിൻ തന്നെ ഉള്ളു ഇപ്പൊ ഇവിടെ. ഇവിടെ ഒക്കെ എടുക്കാനുള്ള പണിയോളന്നെ ഉള്ളു ഇപ്പൊ. പിന്നെ അടക്കും തന്നെ നേരത്തെ നീച്ചിട്ടാണ് ശീലാവും. ഞാൻ എന്തേലും സഹായിക്കാം? അതിനടക്ക് എന്താ അറിയണ്ടാക്കാന്? എന്തെങ്കിലും അറിയോ? അത് അതിന് സങ്കടപ്പെടുന്നു വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാടി. നീ വാങ്ങുന്നുണ്ടെങ്കിലേ ഞാൻ ഉണ്ടാക്കണത് നോക്കി പഠിച്ചോ, അതാ നല്ലത്. ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കാം നമുക്ക്. ശരിക്ക് കറിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സാജി വന്നതുകൊണ്ടാ ഞാൻ വെക്കണത്. ഓളും തന്നെ കൊറേ ദിവസത്തിന് ശേഷം വരുന്നതല്ലേ. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാന്. ഇവിടെ പണിയെടുക്കാനൊന്നും ഞാൻ വിളിക്കലില്ല. സാജി നീച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അറിയില്ല, അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. അല്ല, ഓൻ വിളിച്ചില്ലേ? രാവിലെ വിളിച്ചു. വീട് മാറിയിട്ട് എങ്ങനെയുണ്ട്? ഉറക്കൊക്കെ ശരിയായാ? കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും റൂമ് മാറി കിടന്നപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ശരിയാവും. ഒക്കെ റെഡി ആവും കുറച്ചും കൂടി ഒക്കെ കഴിയുമ്പോത്തിന്. എന്തായാലേ സാമ്പാർ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കണത് കണ്ടു പഠിച്ചു. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടേ എങ്ങനെയായാലും 2 വിസിൽ വന്നാ മതി. അപ്പൊ സാമ്പാർ ആയിക്കോളും. പിന്നെ കടുക് പൊട്ടിച്ചാ മതി, പുളിയൊക്കെ പാർന്നിട്ട്. അത്ര തന്നെ ഉള്ളൂ. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടേ കാര്യം പണികളൊക്കെ എടുക്കാനൊക്കെ. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ അമ്മാന്റെ അടുത്ത് എത്തിയതിന്റെ ശേഷം ഞാനൊക്കെ പഠിച്ചേക്കണത്. അതൊക്കെ അങ്ങനെ പഠിച്ചു പോവും. ഈ എന്തായിരുന്നാലേ ഇപ്പൊ മഴച്ചാറിലൊക്കെ നിന്നിക്കണ്. അവിടെ ഒന്നുണ്ട് അടിച്ചൊരിക്കാളാ. ഞാൻ എന്തായാലും അവിടെ വരാം. കുറച്ച് മീൻ ഉണ്ട് നന്നാക്കാന്. അപ്പൊ നമുക്ക് ഉണ്ടാക്കും കൂടി അവിടെ നിക്കാം. പാവന്നെ പോലെ തന്നെയാണ്. എനിക്കൊന്നും അറിയില്ല എന്നല്ല. ഈ മരങ്ങളുള്ള കാരണേ വേഗം കച്ചറ ചാടും. എന്നും അടിച്ചൊരിയില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ഞങ്ങൾക്ക് കൂടുതലാവും ചെയ്യും. കോക്കരാക്കാന്റെ ഒക്കെ വാങ്ങിയതാണ് മത്തി. ഇന്നലെ മേടിച്ച ഇന്നലെ നന്നാക്കിയിട്ടൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവിടെ. അതൊക്കെ ഉള്ള കാലത്ത് വെച്ചതാണ്. പിന്നെ ഞങ്ങളായിട്ടൊന്നും വെട്ടാനും ഇതിനൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്താ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ പറമ്പ് തന്നെ ഉണ്ട്. അതൊരു വലിയൊരു ഭാഗ്യാണ്. ആയ കാലത്ത് പോലെ എല്ലാതും ഉണ്ടാക്കി വെച്ച്. അല്ല, താത്താന്റെ പേരേൽ ആരൊക്കെ ഉള്ളത്? എന്റെ പേരില് ഉമ്മയും ഇപ്പയും ആങ്ങളെയും പെണ്ണുങ്ങളും തന്നെ ഉള്ളു. ഞാൻ തന്നെ ഉള്ളൊരു മകള് ഉണ്ടോ. ഞാൻ ചെല്ലായിട്ട് ഇങ്ങനെ പറയും ചെയ്യും ഉമ്മ. അപ്പൊ പെരേക്ക് പോക്കൊന്നുമില്ലേ? എവിടുന്ന് പോവാൻ നേരം? ഈ കുട്ടികൾക്ക് സ്കൂൾ മദ്രസ ഒക്കെ ഉള്ളതല്ലേ. ഇനിയൊക്കെ പോണം. നീ ഇവിടെ ഉണ്ടല്ലോ, അന്റെ അടുത്താക്കിട്ട് പോവാലോ ഇനി കുട്ടികളെ. അതിനെന്താ, ഇനി ഓല ഇവിടെ നിർത്തി പോയാ മതി. ഞാൻ പറഞ്ഞയച്ചോണ്ട്. എന്താണിത് എവിടെ? വെറുതെ അല്ല അങ്ങോട്ടൊന്നും ആരും കാണാത്തത്. പിന്നൊന്നും ഓൽക്കാർക്കും വേണ്ട.
ഓൾ രണ്ടാളും ഒന്നായി. അങ്ങനെ ഇപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാവുമ്പോ അങ്ങനെ ഒന്നാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാണിച്ചരാ. ഇതിനെ പറ്റി കുറ്റം പറയക്കാരാ ഇവിടെ. വേണ്ട, അടിച്ചാറ്റ, മഴ വരുന്നുണ്ട്. എന്റെ അടിച്ചോരല് കഴിഞ്ഞാ? അന്ന് കഴിഞ്ഞെങ്കിലെങ്കിലേ ഓളെ ചായ കുടിക്കാൻ വിളിക്കാം. ഓള് ചെലപ്പോ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ. സാജിയ, അന്നെ താത്ത ചായ അടിക്കാൻ വിളിക്കുന്നുണ്ട്. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. വേണ്ടവര് പോയി കുടിച്ചോളി. ഓ, അല്ല ചായ കുടിക്കാൻ അങ്ങനെ വിളിച്ചിട്ട് ഇത്രയും നേരം അവിടെ നിന്ന് പോയി ഒരു രണ്ടാളും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയുന്നല്ലോ. അപ്പോഴൊന്നും ഇന്ന് ഓർമ്മ ഒന്നും ഇല്ല ഓർക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ചെല്ലണം ചായ കുടിക്കാൻ. പണിയില്ല. താത്ത, സാജി ചായ അടിക്കാൻ വരുന്നില്ലായിരുന്നു. നമ്മളോട് കുടിക്കാനായിരുന്നു. തന്നെ ഒന്നിപ്പോക്ക് ചായ വേണ്ടാത്ത. വേറെന്തേലും പറഞ്ഞാ? ദേഷ്യപ്പെട്ടിട്ടാ പറഞ്ഞത്. നിങ്ങള് പോയി കുടിച്ചോളി, ഇപ്പൊ വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞു. എന്താ പറ്റിയ? എന്തായാലും നമ്മക്ക് ചായ അടിക്കുന്ന ഓള് കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളൂ. സാജിയ, ഇജെന്താ ചായ കുടിക്കാൻ വരാത്ത? അതിന് ആരും ഇന്നെ ചായ കുടിക്കാൻ വിളിച്ചത്? അന്നോള് വന്നിട്ട് വിളിച്ചില്ല ചായ അടിക്കാന്. ഓൾ എന്നോട് പറഞ്ഞു അന്നെ വിളിച്ചു, ഇജ് വരുന്നില്ല പറഞ്ഞു. എന്താണ്? ഇന്നൊന്നും ആരും വിളിച്ചിട്ടൊന്നുമില്ല. വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരൂലേ? ഓള് നോണാറിയാണ്. വിളിച്ചിട്ടില്ലേ? എന്നാ ഓളോടെ ചോദിക്കന്നെ വേണല്ലോ. ഓൾ എന്തിനാ എന്നോട് നോണാറിഞ്ഞത്? ഇനിയിപ്പൊ താത്ത ചോദിക്കാനൊന്നും നിക്കണ്ട. ഞാൻ വേറെ ചായ കുടിക്കാൻ. എന്നാ ഇങ്ങോട്ട് വായോ. ഓട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടുങ്ങി. ഓ, ഭയങ്കര ഫോം വിളിയിലാണല്ലോ. ഇതന്നെ പറ്റിയ അവസരം. ഓള് ഞങ്ങളെ കുറ്റം പറയാനെന്നുള്ളതേ താത്താനോട് പോയി പറയാ. നല്ല ഓൾ ആണ്ടെത്തുന്നതിന്റെ മുന്നേ പോണം. പൊടിപ്പത് ഞാൻ എവിടെ വെച്ചത്? ഇപ്പൊ എന്തായി? ഓളോളെ പെരേക്ക് ഫോൺ വിളിച്ചെങ്ങാണ്ടേ നമ്മളെ കുറ്റാണ് പറഞ്ഞു കൊടുക്കണത്. ഓളോളെ പെരേക്കേറ്റ് വിളിക്കേക്കാരം. ഇനി എല്ലേനും കുറ്റം കണ്ടെത്തല്ലോ സാജിയെ. നിങ്ങൾ ഓളെ നേരത്തെ നീക്കാത്തേനി എന്തൊക്കെയാ പറഞ്ഞിക്കണെന്നൊക്കെയാണ് ഓളോളെ ഉമ്മാനോട് വിളിച്ച് പറയണത്.
ഇതൊക്കെ ഞാൻ കേട്ട കാര്യാണ്. വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി ഓളെ അമ്മക്ക് വിളിച്ചിരുന്നോ ഇല്ലേന്നുള്ളത്. എന്നാ പിന്നെ അത് ചോദിക്കണ്ടേ? ഈ ഒന്നും ചോദിക്കണ്ടാന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വിടാൻ പറ്റുപ്പോ ഇതൊക്കെ? ഞാൻ ഈ പറഞ്ഞ കാര്യം ചോദിക്കണ്ട, ഇമ്മാക്ക് വിളിച്ചിരുന്നോന്ന് മാത്രം ചോദിച്ചാ മതി. അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ഓൾ എന്തൊക്കെയാ പറഞ്ഞിക്കണെന്നുള്ളത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊന്നും വിശ്വാസം ആവൂലല്ലോ. നിങ്ങളൊക്കെ കണ്ടാ തന്നെ പഠിക്കുള്ളൂ. അങ്ങനെയല്ലല്ലോ. ഓളിപ്പൊ തന്നെ ഇങ്ങനെ ഒരു സ്വഭാവം തുടങ്ങി കേട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം നിർത്തന്നെ വേണ്ടപ്പോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണ്ട് വിളിച്ച് പറയുള്ളൂ. സാജി പറഞ്ഞ് കേൾക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. എന്തായാലും ഓളോട് പറയണം ഇതൊന്നും നടക്കണ കാര്യമില്ല. എന്താ താത്ത അങ്ങനെ ആലോചിച്ച് നിക്കണേ? ഒന്നുമില്ല. പിന്നെ ഇതെന്തായാലും അത്രക്ക് നല്ല ശീലമൊന്നും അല്ലട്ടോ. എന്താണ്? അല്ല, ഈ പെരേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണതേ ഞങ്ങൾ അന്നൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ എന്തിനാ ഞങ്ങളെ രണ്ടാളും കുറ്റം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത്? സംഭവ ശീലമൊക്കെ തന്നെ. ഈ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നിട്ടൊക്കെ തന്നെ ഉള്ളൂ. അനക്കറിയൂല. എന്നാലും ഞാൻ പറയാണ്, ഇതൊന്നും ഇങ്ങനെ വിളിച്ച് പറയാനൊന്നും പറ്റൂല. അല്ല, നാളത്തെ ഈ സാജിന്റെ ചായ അടിക്കാൻ വിളിച്ചാ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലല്ലോ. സാജിനോട് ഞാൻ ചോദിച്ചപ്പോ സാജി ഇല്ലാന്നാ പറഞ്ഞത്. ഈ അങ്ങനെ ഒരു കാര്യം തന്നെ അവിടെ നടന്നിട്ടില്ലാന്നാ സാജി പറഞ്ഞത്. എന്നുവെച്ചിപ്പോ എന്റെ പെരേക്ക് വിളിച്ചിട്ട് ഞങ്ങളെ രണ്ടാളെയും കുറ്റം പറഞ്ഞു കൊടുത്ത്. ഞാൻ എന്നോട് നേരത്തെ നീക്കാത്തതിനെ പറ്റിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ എന്താ പറഞ്ഞത്? ചീത്ത പറഞ്ഞിക്കണെന്ന്. ഞാൻ എപ്പോഴാ അന്നെ ചീത്ത പറഞ്ഞത്? ഞാൻ അന്നെ എന്റെ സ്വന്തം അനിയത്തിനെ പോലെയല്ല കണ്ടിക്കണത്. ഇവിടെ ഒരു അമ്മായിമ്മയും കൂടി ഇല്ലെന്ന് അമ്മായിമ്മ പോലും എടുക്കാന്. ഇപ്പൊ ഇന്റെ മേത്ത് കൈ ഇടുന്നത്? ഞാൻ ഓല് വിളിച്ചതാണല്ലോ. ഓല് വരാതിരുന്നതാണ്. എന്നോട് നുണ പറഞ്ഞതാ താത്ത. ഞാൻ ഈ കരയാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല. ഉള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നൂന്നുള്ളൂ. നിങ്ങളിതൊന്ന് കേട്ടോക്കി. ഞാൻ എന്റെ പേരേക്ക് വിളിച്ചത് എന്റെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് കേക്കാലോ എന്തായാലും. ഇതാ തെറ്റും ചെയ്തിട്ടില്ല താത്ത. ഞാൻ പറഞ്ഞതാണ് ഓലോട് ചായ അടിക്കാൻ വരാൻ. അപ്പൊ എന്നോട് ചൂടാവുക ചെയ്തത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഇക്ക് നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ്. എടി സാജി അങ്ങനെ വന്ന് പറഞ്ഞപ്പോളേ ഞാൻ അങ്ങനെ പറഞ്ഞൂന്നുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. സാജിക്ക് ഇപ്പൊ എന്താ ആവശ്യം നമ്മൾ തമ്മിൽ തെറ്റിച്ചത് എനിക്ക് മനസ്സിലാവാത്തത്? ഓളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് ഈ സങ്കടപ്പെടുന്നു വേണ്ട. എന്തായാലും പണിയോളൊക്കെ കഴിഞ്ഞില്ലേ? നീ പോയിട്ട് കുളിക്കാൻ നോക്ക്. ഇനി തോനോടൊന്ന് പറയാൻ നിക്കണ്ടട്ടെ ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിക്കണെന്ന്. ഇല്ല, ഞാൻ പറയില്ല. ചെല്ലി. ഈ സാജിക്ക് ഇത് എന്തിന്റെ കേടാണ്? അതെന്തിനാ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഓളോട് കാര്യങ്ങൾ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഈ രംഗമൊക്കെ വഷളാവുന്നുള്ളൂ. പിന്നെ ഇക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നക്കാരൻ. ഓർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം.
പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ? ഓളത് നേരം വെളുക്കുമ്പോ തന്നെ കുളിക്കാൻ പോയിക്കണു. ഓളൊന്നും എടുക്കാൻ കൂടൂല. ഓളൊരു പണി എടുക്കണൊന്നുമില്ല, എല്ലാ പണി ഞാൻ തന്നെ എടുക്കണം. എന്താപ്പ ചെയ്യാ? ഓളെ പെരക്കാര് പഠിപ്പിച്ചിട്ടൊന്നുമില്ല തോന്നുന്നു. എന്തായാലും ഓളെ നമ്മളെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റൂല. അതിപ്പൊക്ക് മനസ്സിലായി. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സാജിയേ, അനക്കിപ്പോ സന്തോഷായില്ലേ ഞാൻ ഓളെ കുറ്റം പറഞ്ഞപ്പോ? ഞാനെന്തില്ലാതെ പറഞ്ഞൂന്നാ? ഇക്കെന്ത് സമാധാനാവാനാ? ഞാൻ എന്തപ്പോ ഇങ്ങനെ പറയുന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അല്ലെ? എന്താ സാജിയ എന്റെ പ്രശ്നം? ഓള് ഇന്നും കൂടി തെറ്റിച്ചിട്ട് അനക്ക് എന്ത് കിട്ടാനാണ്? ഓള് ഫോൺ വിളിച്ചിട്ട് നമ്മളെ കുറ്റാ പറഞ്ഞത്. ഓളമ്മാക്ക് വിളിച്ചതിന്റെ വോയിസ് റെക്കോർഡൊക്കെ എനിക്ക് കേൾപ്പിച്ചു തന്നതാണ്. അതിലൊന്നും നമ്മളെ കുറ്റം പറഞ്ഞൊന്നും കേട്ടില്ല. ഈ എന്താണ് അനക്ക്? അന്നോട് ചായ അടിക്കാൻ വിളിച്ചിട്ട് ചായ അടിക്കാൻ വിളിച്ചില്ലാന്ന് പറഞ്ഞു. തമ്മിൽ തെറ്റിച്ചിട്ട് അനക്ക് എന്ത് നേടാനാണ്? തെറ്റി എന്റെ അടുത്ത് തന്നെ താത്ത. ഞാൻ നിങ്ങള് രണ്ടാളും കൂടി വർത്താനം പറഞ്ഞപ്പോ ഇന്ന ആർക്കും വേണ്ടാന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ അങ്ങനൊക്കെ ചെയ്തത്. എടി, അന്ന് ഞങ്ങളെ മാപ്പിളാര അനിയത്തി എന്നുള്ള രീതിയിൽ കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങളെ സ്വന്തം അനിയത്തി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓള് പറഞ്ഞാൽ ഇപ്പൊ കേറി വന്നിട്ടുള്ളൂ. ഓൾക്ക് എന്നെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഈ പാവാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഇമ്മാതിരി സ്വഭാവമായിട്ട് ഈ ചെന്നത്. അതൊരു പാവല്ലേ? എന്തിനാ വെറുതെ അതിനെങ്ങനെ പറയണത്? പിന്നെ അത് മാത്രല്ലടി, നമ്മളിങ്ങനെ തെറ്റി പിരിയാൻ വേണ്ടിട്ട് നമ്മളപ്പാക്കും ഉമ്മാക്കും ഇഷ്ടാണ് കാണുന്നതൊക്കെ. ഒന്നില്ലെങ്കിൽ എന്റെ ആങ്ങളെ കുറിച്ച് ചിന്തിച്ചേക്കണ. ആകെ ഒരു പെങ്ങളുള്ളൂ എന്ന് പറയുമ്പോ തന്നെ 100 നാവാണ് ഐറ്റങ്ങൾക്ക്. ആ ഐറ്റങ്ങൾ ഇത് കേൾക്കുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. അത് ചിന്തിച്ചേക്കണ. അന്ന് ഇതുവരെ ഒരു കുറവും ഇല്ലാതല്ലേ ഇക്കൊക്കെ നോക്കിയത്. ആ കുട്ടി പാവാടി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. നിന്റെ അടുത്തുനിന്ന് ഇനി ഒരു തെറ്റും പറ്റൂല. ഞാനായിട്ട് ഇനി ഓളൊന്നും ഞാൻ ഉപദ്രവിക്കാനും പോവില്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി. അന്റെ തെറ്റിദ്ധാരണയാണ് എല്ലതും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും. ഇനിയെങ്കിലും ഈ ഓളായിട്ട് നല്ലപോലെ നിക്ക്. അനക്ക് ഇന്ന ഇഷ്ടല്ലേ, അതേപോലെ തന്നെ ഓള് ഈ ഇഷ്ടപ്പെടും. അന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ തമ്മിൽ ഉണ്ടാവൂല. ചെല്ലി, ഞാൻ ഒന്നും കൂടി തുറച്ചിട്ട് വരാം. അതിന്റെ തെറ്റിദ്ധാരണയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാനല്ലാതെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ.